കായംകുളം നഗരസഭയിൽ ഭരണപ്രതിസന്ധി എന്ന് പരാതി. നഗരസഭാ സെക്രട്ടറി അടക്കമുള്ള മറ്റ് പ്രധാന ഉദ്യോഗസ്ഥർ അവധിയിൽ പ്രവേശിച്ചതാണ് ജനങ്ങളെ വലയ്ക്കുന്നത്. നഗരസഭാ കൗൺസിലിന്റെ മിനിറ്റ്സ് പോലും അംഗങ്ങൾക്ക് കൈമാറാൻ കഴിയാത്ത സ്ഥിതിയാണെന്ന് UDF ആരോപിക്കുന്നു. കഴിഞ്ഞ 10 ദിവസമായി നഗരസഭാ സെക്രട്ടറി അവധിയിലാണ്. സെക്രട്ടറിയുടെ അഭാവത്തിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കാണ് സെക്രട്ടറിയുടെ ചുമതല. എന്നാൽ അസിസ്റ്റന്റ് സെക്രട്ടറിയും അവധിയിൽ പ്രവേശിച്ചു. തുടർന്ന് ചുമതല നൽകേണ്ട റവന്യൂ സൂപ്രണ്ടും അവധിയിൽ പോയതോടെയാണ് ഭരണപ്രതിസന്ധി രൂക്ഷമായത്. നഗരസഭയിലെ 1-ാം വാർഡിൽ പ്രവർത്തിക്കുന്ന പ്ലാസ്റ്റിക് ഷെൽട്ടറിംഗ് വ്യവസായ സ്ഥാപനം പൂട്ടണമെന്ന് നഗരസഭാ കൗൺസിൽ തീരുമാനിച്ചിരുന്നു. കേസ് കോടതിയിലായതിനാൽ സെക്രട്ടറി ഇതിന് അനുകൂല തീരുമാനമെടുത്തില്ല. ഇത് ഭരണ നേതൃത്വവും സെക്രട്ടറിയും തമ്മിലുള്ള പോരിലേക്ക് വഴിവെച്ചു. ഇതോടെയാണ് സെക്രട്ടറി ലീവിൽ പോയതെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. സാധാരണഗതിയിൽ 72 മണിക്കൂർ കഴിഞ്ഞാൽ ഓരോ കൗൺസിലർമാർക്കും ആ ദിവസത്തെ മിനിറ്റ്സ് കൊടുക്കണമെന്നാണ്. ആ കൗൺസിലിൻ്റെ മിനിറ്റ്സ് കൊടുക്കണം. ഇന്ന് 6 ദിവസം കഴിഞ്ഞിട്ട് പോലും ഞങ്ങൾക്ക് ആർക്കും മിനിറ്റ്സ് കിട്ടിയിട്ടില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം പറയുന്നത് സെക്രട്ടറി ഇല്ല എന്നുള്ളതാണ്. നാട്ടുകാരുടെ പരാതിയെ തുടർന്നാണ് സ്ഥാപനം പൂട്ടാൻ നഗരസഭാ കൗൺസിൽ തീരുമാനിച്ചത്. എന്നാൽ ഉടമകൾ മുൻസിഫ് കോടതിയെ സമീപിച്ചതോടെ തൽസ്ഥിതി തുടരാൻ കോടതി ഉത്തരവിട്ടിരുന്നു. പിന്നീട് ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ നഗരസഭാ കൗൺസിൽ വിഷയം പഠിച്ച് ഉചിതമായ തീരുമാനമെടുക്കാൻ നിർദ്ദേശിച്ചിരുന്നു. കോടതിയിൽ നിൽക്കുന്ന വിഷയമായതിനാൽ ഉദ്യോഗസ്ഥർ ഓരോരുത്തരായി വിഷയത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നതിന് വേണ്ടിയാണ് അവധിയിൽ പോയിരിക്കുന്നതെന്നാണ് ആരോപണം. ന്യൂസ് മലയാളം, ആലപ്പുഴ.